കീഴടങ്ങാതെ ഇറാനുമായി കരാറിനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തകർച്ചയിൽ നിന്ന് ഇറാനെയും അതിന്റെ സമ്പദ്ഘടനയെയും രക്ഷിക്കാൻ സഖ്യകക്ഷികളും പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കും. ഇറാനെ വീണ്ടും മഹത്തായ രാജ്യമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചോ ഇറാൻ രംഗത്തെത്തി. ന്യൂയോർക്കിൽ സ്വന്തമായി ഒരു മേയറെ നിയമിക്കാൻ കഴിയാത്ത ട്രംപാണ് ഇറാനിലെ നേതാവിനെ തെരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും പരിഹാസം. എണ്ണവില ബാരലിന് $90 അടുക്കുന്നു. 2 വർഷത്തിനുള്ളിലെ ഉയർന്ന നിരക്കാണിത്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഒരിക്കൽ കൂടി ഇറാൻ പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിനോട് ഇറാൻ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഒപ്പം എത്ര കണ്ട് പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ ഇതൊക്കെ നീക്കിവെക്കുന്നത്? അനീഷ, ഫ്രാൻസ്, ചൈന, അതോടൊപ്പം തന്നെ തുർക്കി, ഈ 3 രാജ്യങ്ങൾ ചില മധ്യസ്ഥ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അത് വലിയ പ്രതീക്ഷയും രൂപപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിനൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ആക്രമണവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാനുമായിട്ട് ഏതെങ്കിലും ഒരു കരാറിൻ്റെ പുറത്ത് ഇനിയൊരു അനുരഞ്ജനമില്ല. നേരെ മറിച്ച് പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കീഴടങ്ങൽ ഇറാൻ തയ്യാറാകണം. അത്തരമൊരു അവസ്ഥയിൽ മാത്രമേ വെടിനിർത്തലിന് തങ്ങൾ ഒരുക്കമുള്ളൂ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സമാനമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധം നീളും എന്ന ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മധ്യസ്ഥ നീക്കങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സമീപനമോ പ്രതികരണമോ 2 ഭാഗത്തുമില്ല. ഇറാൻ നേതൃത്വവും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കരയുദ്ധമാണെങ്കിൽ തങ്ങൾ അതിന് സജ്ജമായി നിൽക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും വന്നാൽ മതി, അവരെ സ്വീകരിക്കാൻ തങ്ങൾ റെഡിയാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ സുരക്ഷാ മേധാവി കൂടിയായിട്ടുള്ള അലി ലാറിജാനി നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 പക്ഷത്തും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകളിലേക്കോ ഒരു മധ്യസ്ഥ നീക്കങ്ങളിലേക്കോ പോകുന്നതില്ല, ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഈ അനിശ്ചിതത്വം നീളും എന്നത് സംബന്ധിച്ച ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഗൾഫിന്റെ ഒരു പ്രതിഷേധം അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ആക്രമണം തുടരുന്നത്. പക്ഷേ എല്ലാ ഡ്രോണുകളും മിസൈലുകളും വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സാമ്പത്തിക മേഖലയിലേക്ക് കൂടി ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ കൂടി ഇന്ന് പുറത്തു വന്നു. അതായത് ആഗോള വിപണിയിൽ എണ്ണവില ഇപ്പോൾ $90 മുകളിലേക്ക് കുതിക്കുന്നതിൻ്റെ പ്രവണതയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ബാരലിന് $150 വരെ ഈ വില ഉയരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്. കാരണം ഖത്തർ ഊർജ്ജമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്ന് രാവിലെ വന്നിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സ്വഭാവത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ എണ്ണയുടെ കയറ്റുമതി ഗൾഫ് രാജ്യങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്ന ഒരു സമീപനം ഭാവിയിൽ സൃഷ്ടിച്ചുകൂടായികയില്ല. ആ ഒരു മുന്നറിയിപ്പിന്റെ കൂടി വെളിച്ചത്തിലായിരിക്കണം ആഗോള വിപണിയിൽ പ്രതികൂലമായിട്ടുള്ള ചില പ്രവണതകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും പിന്നെ മറ്റ് തലങ്ങളിലും ഈ പ്രതിസന്ധി വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാരണം ഇറാഖിലെ ബസ്രയിലെ ഊർജ്ജ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. അസർബൈജാന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു. അത് തങ്ങളല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുർദിസ്ഥാൻ ആ മേഖലയിൽ നിന്ന് കൂടുതൽ സൈനികരെയും മറ്റും ഇറാനിലെ കുർദ് മേഖലയിലേക്ക് അയക്കാനുള്ള നീക്കം നടക്കുന്നതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ കുർദ് വിഭാഗങ്ങൾക്കും കുർദിസ്ഥാനും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രതിലോമ ശക്തികളെ പിന്തുണച്ചാൽ കുർദിസ്ഥാനെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ അർത്ഥത്തിൽ സ്ഥിതിഗതികൾ പോകുമ്പോൾ ലബനാനിൽ മരണസംഖ്യ 200 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ലബനാനിൽ നിന്നുണ്ടായി. അങ്ങനെ 8 സൈനികർക്ക് ഈ യുദ്ധത്തിനൊരു സമയപരിധി ഇല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അതിവേഗം അവസാനിപ്പിക്കേണ്ടത് ഇറാന്റെയോ ഇസ്രായേലിന്റെയോ US-ന്റെയോ ഒക്കെ ആവശ്യത്തിനേക്കാളും അപ്പുറം ഇതിനിടയിൽ പെട്ടുപോകുന്ന ഗൾഫ് രാജ്യങ്ങളുടെ കൂടി ആവശ്യമായി മാറുകയാണ്. അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം പോലും പല ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയി. ഇപ്പം കുവൈത്ത് ആയാലും ബഹ്റൈൻ ആയാലും അത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം വേണം എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ എത്രത്തോളമാണ്? അനീഷ, ഇത് വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് കാരണം 2 പക്ഷത്തും നിലപാട് അവർക്ക് അടുപ്പിച്ച് നിൽക്കെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രത്യക്ഷമോ പരോക്ഷമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ രൂപപ്പെട്ടിട്ടില്ല. ചൈന ഒരു വലിയ പ്രതിനിധി സംഘത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഫ്രാൻസും തുർക്കിയും സമാനമായിട്ടുള്ള നല്ല ചില നീക്കങ്ങൾ ഈ വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി അവർ സംസാരിച്ചതിൽ നിന്ന് പ്രകടമായിരുന്നു. പക്ഷേ അമേരിക്ക ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അമേരിക്കയുടെ നിലപാട് പോലെ തന്നെ ഇറാനും തങ്ങളുടെ നിലപാട്
നിലപാടിൽ, ഈ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന ഒരു നിലപാടിൽ ഇറാനും എത്തിച്ചേരുന്നിടത്ത് എത്ര പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഈ പ്രതിസന്ധി നീണ്ടുപോകുന്നത് പല നിലക്കും ലോക സമ്പദ്ഘടനയെ തന്നെ പിടിച്ചുലയ്ക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് മറികടക്കാൻ തുടക്കം മുതൽ തന്നെ ശ്രമിച്ച രാജ്യങ്ങൾ കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ. പ്രത്യേകിച്ച് മസ്കത്ത് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ചർച്ച നടന്നത്. തുടർന്ന് വിയന്നയിലും ജനീവയിലും ഒക്കെ ചർച്ച നടന്നു. ആ ഘട്ടത്തിലൊക്കെയും ഈ രണ്ട് കൂട്ടർക്കുമിടയിൽ പരമാവധി ഒരു പൊതു സ്വീകാര്യമായിട്ടുള്ള ഫോർമുല രൂപപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലായിരുന്നു ഗൾഫിന്റെ നയതന്ത്ര നീക്കം നടന്നത്. ഖത്തറും ഒമാനുമാണ് ഇതിൽ വളരെ ശക്തമായി നിലയുറപ്പിച്ചത്. പക്ഷെ ആ ഇതിനൊക്കെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ട് ഒരു പരമാധികാര രാജ്യത്തിന് നേരെ കടന്നാക്രമണം നടന്നത്.